സ്റ്റാർട്ട് ചെയ്യല്ലോ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നൊരു പുതിയ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നൊരു പുതിയ സിസ്റ്റം ഇനി വരാൻ പോകുന്ന ഈ പറഞ്ഞ DMEക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നോക്കാൻ പോകുന്നതിന് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് എല്ലാവർക്കും ടഫ് ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിരിക്കും. അതൊന്ന് ഗസ് ചെയ്യാമോ ഏത് സബ്ജക്റ്റ് ആണെന്ന്? അതൊന്ന് ഗസ് ചെയ്യാമോ ഏത് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഉള്ള സബ്ജക്ട് ഏതാ? ഏറ്റവും ടഫ് ഉള്ള സബ്ജക്ട് ഏതാ? എല്ലാരും പറയണം. റിസർച്ച് ഒക്കെ പിന്നെ അതിൽ ഒരുപാട് പഠിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഈ സബ്ജക്റ്റുകൾ തന്നെ നോക്കുന്ന സമയത്ത് അതിൽ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. നെർവ് സിസ്റ്റം അറിയാമോ? നെർവ് സിസ്റ്റം അറിയാമോ? നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ വരുന്ന ഒരു ഭാഗമാണ്. അല്ലേ? അവിടെ നമുക്ക് ഒരുപാട് പഠിക്കാനല്ലേ. ഈ പറഞ്ഞ ബാക്കിയുള്ള സിസ്റ്റങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ നിന്നും ഏറ്റവും വളരെ വ്യത്യസ്തമായി നമുക്ക് ഒരുപാട് പഠിക്കാൻ വരുന്ന ഒരു സബ്ജക്റ്റ് ഏതാണ്? നെർവ് സിസ്റ്റത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാനില്ലേ. സോ നമുക്ക് അതിന് ആദ്യം തുടങ്ങാം. അത് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാവരും ആരും ഒന്നും എഴുതണ്ട, നമുക്ക് ജസ്റ്റ് കേട്ടിരുന്നോ. ചാപ്റ്റർ ഓൺ ദ നെർവ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. എന്താണ് ഈ പറഞ്ഞ ദ നെർവ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? പറഞ്ഞേ എല്ലാരും പറഞ്ഞേ. എന്താണ് ദ ഹ്യൂമൻ നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാരും പറയണം. ആരോ പറഞ്ഞു നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന ആണോടെ? അത് ബോഡിയുടെ ദ റെഗുലേറ്ററി സിസ്റ്റം ആണോ? പറഞ്ഞേ അത് നമ്മുടെ ബോഡിയുടെ ദ റെഗുലേറ്ററി സിസ്റ്റം അല്ലേ? അല്ലേ? അത് നമ്മുടെ ബോഡിയുടെ ഈ പറഞ്ഞത് റെഗുലേറ്ററി സിസ്റ്റമാണ്. അപ്പോൾ അറിയേണ്ട കാര്യം, അത് ഒറ്റയ്ക്കാണോ റെഗുലേറ്റ് ചെയ്യുന്നത്? അല്ല, പലരും കൂടിച്ചേർന്നാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്ന കാര്യം തന്നെ ഇറ്റ്സ് ദ നെർവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ദ റെഗുലേഷൻ അല്ലെങ്കിൽ ദ കൺട്രോളിംഗ് ഉണ്ടോ? റെഗുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കൺട്രോളിംഗ് ഉണ്ടോ? ഉണ്ട്. കൺട്രോളിംഗ് ഉണ്ട്. അതുപോലെ ഒന്നുകൂടെ ഉണ്ട്. ആർക്ക് പറയാം? ഇറ്റ്സ് ദ കോർഡിനേഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പം നമ്മുടെ ഇറ്റ്സ് ദ നെർവ് സിസ്റ്റം മാത്രമാണോ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചെയ്യുന്നത്? പറയട്ടെ. ഇറ്റ്സ് ദ നെർവ് സിസ്റ്റം മാത്രമാണോ നമ്മുടെ ബോഡിയിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചെയ്യുന്നത്? അല്ല. അപ്പൊ ഈ പറഞ്ഞ ബാക്കിയുള്ള സിസ്റ്റങ്ങൾ കൂടെ ചേർന്ന് ഇത് വർക്ക് ചെയ്യുന്നില്ലേ? അല്ലേ? ഇത് ബാക്കിയുള്ള കൂടെ എല്ലാ സിസ്റ്റം കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നത് അല്ലേ? പിന്നെ സിസ്റ്റം ഉണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമല്ലേ? 10ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ നോക്കുക ഒരു ഹെഡിങ് ഉണ്ട്. ആർക്കും ഓർമ്മയുണ്ടോ? പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇറ്റ്സ് ദ നെർവ് സിസ്റ്റം എന്ന ചാപ്റ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൊരു ഹെഡിങ് ഉണ്ട്. ഇറ്റ്സ് ദ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അതിന് കണ്ടിട്ടുണ്ടോ? പണ്ട് പഠിക്കുമ്പോൾ ഉണ്ട്. അവിടെ ആർക്കും ഓർമ്മയുണ്ടോ? എവിടെ? അത് ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പൊ എവിടെ ഇരുന്നല്ലേ? ഓർമ്മയില്ല. ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കി അറിയാൻ പറ്റും. ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞ നമ്മുടെ ബോഡിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ടും വളരെ സ്ലോ ആയിട്ടും ഒക്കെ ഈ പറഞ്ഞ ബോഡിയെ കൺട്രോൾ ചെയ്ത് നെർവ് സിസ്റ്റം അല്ലേ? അതുപോലെ തന്നെ ഈ പറഞ്ഞത് ബോഡിയെ വളരെ സ്ലോ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബോഡിയെ വളരെ സ്ലോ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഉണ്ട്. ആർക്ക് പറയാം? നമ്മുടെ ബോഡിയെ വളരെ സ്ലോ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ സിസ്റ്റം ഉണ്ട്. ആർക്ക് പറയാം? ഇത് എൻഡോക്രൈൻ ആണോ? എൻഡോക്രൈൻ അല്ലേ? എൻഡോക്രൈൻ ആണ്. അതുകൂടെ ജസ്റ്റ് ഓർമ്മിക്കുക.
അതുകൊണ്ട് ജസ്റ്റ് ഓർമ്മിക്കുക. അപ്പൊ എന്താണ് ഇത് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ എന്താണ് ദ കൺട്രോൾ ഉണ്ട് ആൻഡ് ദ കോർഡിനേഷൻ ഉണ്ട്. വേറെ ഉണ്ടോ? ദ കൺട്രോളിങ് ആൻഡ് ദ കോർഡിനേഷൻ ആൻഡ് ദ റെഗുലേഷൻ ഉണ്ടോ? ഉണ്ടല്ലേ. ഇവയെല്ലാം കൂടെ ചേർന്നല്ലേ വരുന്നത്. ഇവയെല്ലാം കൂടെ ചേർന്നാണ് ഇറ്റ് ഇസ് ദ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതേ നെർവ് സിസ്റ്റം നമുക്ക് എത്ര ഡിവൈഡ് ചെയ്യാൻ പറ്റും? പ്രധാനമായിട്ട് എത്ര പാർട്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടൊരു ക്ലാസ് ആണ്. സിമ്പിൾ ആയിട്ട് പഠിക്കുക. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് ദ സെൻട്രൽ നെർവ് സിസ്റ്റവും ആൻഡ് ദ പെരിഫറൽ അല്ലേ. സെൻട്രൽ നെർവ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവ് സിസ്റ്റം ഉണ്ട്. സെൻട്രൽ നെർവ് സിസ്റ്റം തന്നെ അതിനകത്ത് എന്തൊക്കെയുണ്ട്? അതിനകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ട്? നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് എന്തൊക്കെ പാർട്സ് ഉണ്ട്? ഇതൊരു ഓറിയന്റേഷൻ ക്ലാസ് ആണ്, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അതുപോലെ തന്നെ കേട്ട് പഠിക്കുക എന്തൊക്കെ പാർട്സ് ഉള്ളത്. ഇത് ബ്രെയിനും ഉണ്ട്, സ്പൈനൽ കോഡും. ഇത് ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്നാണ് നമ്മൾ എപ്പോഴും CNS എന്ന് പറഞ്ഞല്ലേ. അല്ലേ, ഇത് ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്നാണ് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ CNS എന്ന് പറയുന്നത്. ആണോ? ഇല്ല ശർമ്മ കമന്റ് ആണോ? ആണ്. ആൻഡ് പെരിഫറൽ എന്ന് പറയുമ്പോൾ എന്താ? ആൻഡ് പെരിഫറൽ നെർവസ് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ആൻഡ് പെരിഫറൽ നെർവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? അത് എത്ര ടൈപ്പ് ഉണ്ട്? അത് എത്ര ടൈപ്പ് ഉണ്ട്? ദ പെരിഫറൽ നെർവ് സിസ്റ്റം എത്ര ടൈപ്പ് ഉണ്ട്? ഇറ്റ് ഇസ് അഗൈൻ ഡിവൈഡഡ്. ദർ ആർ 2 ടൈപ്സ് ഇല്ലേ? അവിടെ 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇറ്റ്സ് ഓട്ടോണോമിക് സിസ്റ്റം ഉണ്ട് ആൻഡ് ദ സൊമാറ്റിക് ഉണ്ട് അല്ലേ. നമ്മളെപ്പോഴും പറയുന്നതാണ് ഇറ്റ്സ് ANS-ഉം ആൻഡ് SNS-ഉം അല്ലേ. എപ്പോഴും പറയുന്നൊരു പേരല്ലേ ഇറ്റ്സ് ANS-ഉം ആൻഡ് SNS എന്ന് പറയാറുണ്ട്. അപ്പോഴത്തെ പെരിഫറൽ നെർവ് സിസ്റ്റം 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ANS-ഉം 2 ഇറ്റ്സ് SNS-ഉം ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബോഡിയുടെ ദ സൊമാറ്റിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഇപ്പൊ നമ്മുടെ ബോഡിയുടെ ദ സൊമാറ്റിക് ഫങ്ഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഇറ്റ്സ് ബോഡിയുടെ ദ മൂവ്മെന്റ് ആണോ? ബോഡിയുടെ ദ മൂവ്മെന്റ് ആണോ? ആണോടെ? എല്ലാവരും പറയണം. ദ സൊമാറ്റിക് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ സൊമാറ്റിക് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൂവ്മെന്റിന്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന അവരാണ്. ആണ്. അപ്പൊ അതിന്റെ ആട്ടോണമിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന്റെ ആട്ടോണമിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നവനാണോ? ഇറ്റ്സ് വിസറൽ ഓർഗൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? ഇറ്റ്സ് വിസറൽ ഓർഗൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാ? ഓട്ടോണമിക് അല്ലേ. ഓട്ടോണമിക്. ഇതെല്ലാം പഠിക്കും. ഇതെല്ലാം ഓരോന്നായിട്ടും പഠിക്കണം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യം തന്നെ അറിയേണ്ടത്. അപ്പൊ ജസ്റ്റ് ഫസ്റ്റ് തൊട്ടെന്ന് പറഞ്ഞ എല്ലാവരും ഫസ്റ്റ് തൊട്ട് പറഞ്ഞ് ഇത് നെർവസ് എത്ര ടൈപ്പ് ഉണ്ട്? സ്കൂൾ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കേണ്ടത് എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പൊ പറയേണ്ട കാര്യം ദ സെൻട്രൽ നെർവസിലെ പാർട്സ് ഏതൊക്കെയാണ്? പാർട്സ് ഇറ്റ്സ് ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡും ചേർന്നാണ് സെൻട്രൽ നെർവസ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ്സ് ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്നാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് പെരിഫറലോട്ട് വരുമ്പോൾ പെരിഫറൽ എത്ര ടൈപ്സ് ഉണ്ട്? 2 ടൈപ്സ് ഉണ്ടല്ലേ. ദ പെരിഫറൽ നെർവസ് നമുക്ക് അഗെയിൻ ഡിവൈഡ് ചെയ്ത് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓട്ടോണോമിക് ഉണ്ട് അല്ലെ. ഇറ്റ്സ് ഓട്ടോണമിക് ഉണ്ട് ആൻഡ് സൊമാറ്റിക് ഉണ്ട് അല്ലെ. ഓട്ടോണമിക് ഉണ്ട്, സൊമാറ്റിക് ഉണ്ട്. ദ സൊമാറ്റിക് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ ബോഡിയുടെ ദ മൂവ്മെന്റ് സഹായിക്കാറുണ്ട് അല്ലേ. അതിൽ കൺട്രോൾ ചെയ്ത ആണ്. ആൻഡ് ഓട്ടോണമിക് എന്ന് അപ്പൊ പറഞ്ഞ് നമ്മുടെ ബോഡിയുടെ ദ വിസറൽ ഓർഗൻസിന്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാ? നമ്മുടെ ബോഡിയുടെ വിസറൽ ഓർഗൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണമിക്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ. ഇതുവരെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണല്ലോ. എല്ലാവർക്കും ക്ലിയർ ആണ്. യെസ്.
അപ്പൊ ഇതേ ഓട്ടോണമിക്ക് നമുക്ക് വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അത് ഏതൊക്കെയാണ്? ഇതേ ഓട്ടോണമി നെർവസ് നമുക്ക് വീണ്ടും there are two types ഡിവൈഡ് ചെയ്യാൻ പറ്റും. പേര് ഏതൊക്കെയാണ്? സിമ്പതറ്റിക് നെർവ് സിസ്റ്റവും ആൻഡ് ദ പാരാസിമ്പതറ്റിക് നെർവ് സിസ്റ്റം അല്ലേ? ഇതേ ഓട്ടോണമിക് നെർവ് സിസ്റ്റം നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ? സിമ്പതറ്റിക് ഉണ്ട് ആൻഡ് ദ പാരാസിമ്പതറ്റിക് ഉണ്ട്. ഇതിൽ ആരെയാണ് നമ്മൾ തൊറാക്കോ ലംബാർ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്? സിമ്പതറ്റിക് ആണോ പാരാസിമ്പതറ്റിക് ആണോ? ഇതിൽ ആരെയാണ് നമ്മൾ പറഞ്ഞേടെ ആരെയാണ് നമ്മൾ തൊറാക്കോ ലംബാർ ഔട്ട്ഫ്ലോ എന്ന് മറ്റൊരു പേരിട്ട് വിളിക്കുന്നത്? മറ്റൊരു പരീക്ഷ സ്ഥിരം ചോദിക്കുന്ന ഒരു പേരാണ്. സിമ്പതറ്റിക് അല്ലേ? അപ്പൊ ഓർമ്മിക്കണം, എന്താ സിമ്പതറ്റിക് നെർവസ് വിളിക്കും മറ്റൊരു പേര് തൊറാക്കോ ലംബാർ ഔട്ട്ഫ്ലോ എന്നും വിളിക്കാം. അപ്പോൾ പാരാസിമ്പതറ്റിക് വേറെ വിളിക്കുന്നുണ്ടോ? പാരാസിമ്പതറ്റിക് വിളിക്കുന്ന മറ്റൊരു പേര് ക്രേനിയോസാക്രൽ ഔട്ട്ഫ്ലോ എന്നും വിളിക്കുന്നുണ്ടല്ലേ? അപ്പൊ ഓർമ്മിക്കണം, പാരാസിമ്പതറ്റിക് വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? ക്രേനിയോസാക്രൽ ഔട്ട്ഫ്ലോ എന്നും വിളിക്കാം. അപ്പോൾ CNS എന്ന് പറയുമ്പോൾ സെൻട്രലുള്ള പാർട്സ് ആണോ കുഞ്ഞുങ്ങളെ? CNS എന്ന് പറയുമ്പോൾ സെൻട്രലുള്ള പാർട്സ് എല്ലാം കൂടെ ചേർത്താണ് CNS എന്ന് പറയുന്നത്. ആണല്ലേ? CNS എന്ന് പറയുമ്പോൾ സെൻട്രലുള്ള പാർട്സ്, ഫോർ എക്സാമ്പിൾ ബ്രെയിൻ സ്പൈനൽ കോഡും ചേർന്നാണ് CNS എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ബ്രെയിനിലോട്ട് ഒരുപാട് ന്യൂറോൺസ് ഒക്കെ പോകുന്നുണ്ടോ? ഉണ്ട്. സ്പൈനൽ കോഡിലും ഒരുപാട് ന്യൂറോൺസ് പോകുന്നുണ്ടോ? അപ്പൊ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടെയാ? അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടെയാ? CNS അല്ലേ? അല്ലേ? അപ്പൊ നമ്മുടെ ബ്രെയിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരുപാട് ന്യൂറോൺസും ഉണ്ട്, സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരുപാട് ന്യൂറോൺസും ഉണ്ട്. ഇതെല്ലാം കൂടെ എവിടെ വെച്ച് മെർജ് ചെയ്യും? ഇതെല്ലാം മെർജ് ചെയ്യുന്ന എവിടെ വെച്ചാ? അത് പറഞ്ഞേ. ഈ പറഞ്ഞ ബ്രെയിനിൽ നിന്ന് വരുന്നതും സ്പൈനൽ കോഡിൽ നിന്ന് വരുന്നതും പുറത്തേക്ക് വരുന്നതും എല്ലാം കൂടെ ചേർന്ന് PNS വെച്ചാണോ മെർജ് ചെയ്യുന്നത്? PNS വെച്ചാണോ മെർജ് ചെയ്യുന്നത്? അല്ലേ? അതിനുശേഷം നമ്മൾ സ്കെലിറ്റനിലോട്ട് പോകുന്നത്. അതിനുശേഷം അല്ലെ സ്കെലിറ്റനിലോട്ട് പോകുന്ന സൊമാറ്റിക് എന്ന് പറയുന്നത്. ആണോ? യെസ്, സൊമാറ്റിക് എന്നും പറയുന്നുണ്ട്. ഇതുവരെ ക്ലിയർ ആയല്ലോ? യെസ്. ഇതുവരെ ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ബ്രെയിനിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഈ പറഞ്ഞ ന്യൂറോൺസും സ്പൈനൽ കോഡിന് പുറത്തേക്ക് വരുന്ന ന്യൂറോൺസും കൂടെ PNS വെച്ചാൽ നമ്മൾ മെർജ് ചെയ്യുന്നത്. ആണോ അല്ലയോ? അത് മാത്രം ആലോചിക്കുക. ആണ്. ഈ പറഞ്ഞ ബ്രെയിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ന്യൂറോൺസും സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ന്യൂറോൺസും കൂടി PNS വെച്ച് മെർജ് ചെയ്യും. അതിനുശേഷം PNS നിന്ന് പോകുന്നതിനെ സ്കെലിറ്റനിലോട്ട് കൊണ്ടുപോകുന്ന ആളാരാ? സൊമാറ്റിക് ആണോ? PNS നിന്നും സ്കെലിറ്റനിലോട്ട് കൊണ്ടുപോകുന്ന ആളുടെ പേരെന്താ? സൊമാറ്റിക് എന്നും പറയാം. മറന്നു പോകരുത്. ഇതുവരെ ക്ലിയർ ആയി? ഇനി അറിയേണ്ട കാര്യം, ഏറ്റവും ബേസിക് യൂണിറ്റ് ഓഫ് ദ നെർവ് സിസ്റ്റം ആരാ? ഈ പറഞ്ഞ നെർവസിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് വിളിക്കുന്ന മറ്റൊരു പേര് നെർവ് സെൽ എന്നും കൂടെ അറിയാറുണ്ടല്ലേ? പണ്ട് പോലെ പഠിക്കുന്ന കാര്യമാണ്. നമ്മുടെ എന്താണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ നെർവ് സിസ്റ്റം എന്നൊക്കെ അറിയാൻ ഉണ്ടല്ലേ? അത് കേൾക്കുന്ന കാര്യമാണ്. സോ നമുക്ക് അതിനെ കുറിച്ചിട്ട് നോക്കാം. ന്യൂറോൺസ് എന്ന് ഹെഡിങ് ഇട്ടുകൊള്ളുക. എന്താണ് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ന്യൂറോൺസ്?
ഇപ്പൊ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. പണ്ട് തൊട്ടേ കേൾക്കുന്ന കാര്യമാണ് അല്ലേ? അല്ല, നമ്മുടെ ദ നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറലും ഫങ്ഷണൽ യൂണിറ്റും എന്ന് പറയുന്നത് ദ ന്യൂറോൺസ് എന്ന് വിളിക്കാം. അത് എന്തുകൊണ്ടാണ് ദ ന്യൂറോൺസ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അറിയണം. അത് എന്തുകൊണ്ടാണ് ദ ന്യൂറോൺസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു നല്ലൊരു പേരാണ്, ഒരു നല്ലൊരു പേരാണ്. അത് ആ സെൽസിന്റെ പേരെന്താടേ? ഒറ്റ ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന ഈ പറഞ്ഞ ദ ന്യൂറോൺസ് കൊണ്ട് മാത്രമാണോ? ദ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ ദ ന്യൂറോൺസ് കൊണ്ട് മാത്രമാണോ? പിന്നെ എന്ത് കൂടെ ഉണ്ട്? എന്താ ഇറ്റ് ഇസ് ദ ന്യൂറോഗ്ലിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഇസ് ദ ന്യൂറോഗ്ലിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഓർ വിളിക്കുന്ന മറ്റൊരു പേര് ഇറ്റ്സ് ഗ്ലയൽ സെൽസ് എന്ന് കൂടെ വിളിക്കാറുണ്ടല്ലേ? അല്ലെ, കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഈ പറഞ്ഞ ദ ഗ്ലയൽ സെൽസ്? ഇറ്റ്സ് ഗ്ലയൽ സെൽസും കൂടെ ചേർന്നിട്ടല്ലേ? അപ്പോൾ നെർവസ് സിസ്റ്റം ഉണ്ടായിരിക്കുന്നത് അത് ന്യൂറോൺസും കൊണ്ട് പിന്നെ എന്തുണ്ട്? ന്യൂറോഗ്ലിയ ഉണ്ടല്ലേ അല്ലെ? ഓർ ഇറ്റ് ഇസ് കാൾഡ് ദ ഗ്ലയൽ സെൽസും കൂടെ ഉണ്ട്. അപ്പൊ മറക്കരുത്, ഇറ്റ്സ് ദ ന്യൂറോൺസും ഉണ്ട് ആൻഡ് ദ ഗ്ലയൽസും ചേർന്നാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ്സ് ദ ന്യൂറോഗ്ലിയ. മറക്കരുത്. ഇറ്റ്സ് ബ്രെയിൻ സെൽ എന്ന് വിളിക്കാറുണ്ടോ? ഇത് ബ്രെയിൻ സെൽ എന്ന് വിളിക്കാറുണ്ടോ? ഉണ്ടോടെ? ഇറ്റ്സ് ബ്രെയിൻ സെൽ എന്ന് വിളിക്കാറുണ്ടോ? എവിടെയും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇറ്റ്സ് ബ്രെയിൻ സെൽ. യെസ്. ഈ പറഞ്ഞ ദ ന്യൂറോഗ്ലിയ എന്ന് പറയുമ്പോൾ അതൊരു സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ആണോ കുഞ്ഞുങ്ങളെ? അതൊരു സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ആണോ? ആണോ? ഈ പറഞ്ഞ നമ്മുടെ നെർവ് ടിഷ്യൂസ് ഇല്ലേ, അതിന്റെ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് അല്ലേ? ചോദിച്ച കേരള പീസ് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ പറഞ്ഞ നമ്മുടെ ദ നെർവ് ടിഷ്യൂസിന്റെ ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ വിളിക്കുന്ന പേരെന്താ? എന്ത് പേര് വിളിക്കാം? ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഓഫ് ദ നെർവ് സിസ്റ്റം ഈസ് നോൺ ആസ് എന്ത് പേര് വിളിക്കാം? കമന്റ്. അതിനെ കളക്റ്റീവ് ആയിട്ട് വിളിക്കുന്ന പേരെന്താ? ന്യൂറോഗ്ലിയ എന്ന് വിളിച്ചൂടെ? നമ്മുടെ നെർവ് സിസ്റ്റത്തിന്റെ സപ്പോർട്ടിംഗ് സ്ട്രക്ചറിനെ എല്ലാം കൂട്ടിച്ചേർത്ത് കളക്റ്റീവ് ആയിട്ട് വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് ദ ന്യൂറോഗ്ലിയ എന്ന് വിളിക്കാൻ മറക്കരുത്. പലവട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, നമ്മുടെ ദ നെർവ് സിസ്റ്റത്തിന്റെ ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ എല്ലാം കൂടി ചേർത്ത് വിളിക്കുന്ന പേരെന്താ? എല്ലാരും ഇപ്പൊ പറയണം, ചോദിക്കും. എല്ലാരും ന്യൂറോഗ്ലിയ. സപ്പോർട്ടിംഗ് സ്ട്രക്ചർ എന്ന് ഏതൊക്കെയാണ് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ്? എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഈ പറഞ്ഞ ന്യൂറോഗ്ലിയിലുള്ള സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഏതൊക്കെയാ? പണ്ട് ഒരുപാട് പേര് കേട്ട കാര്യങ്ങളാണ്. ആസ്ട്രോസൈറ്റ്സ് എന്നും ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്നും എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടോ? പണ്ടൊക്കെ എവിടെയോ കേട്ട കാര്യമല്ലേ? ആസ്ട്രോസൈറ്റ്സ് എന്നും ആൻഡ് ഒളിഗോഡെൻഡ്രൈറ്റ്സ് എന്നും പിന്നെ എന്തുണ്ട്? ഇറ്റ്സ് മൈക്രോഗ്ലിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം വരുന്ന എവിടെയാ? ഇതെല്ലാം വരുന്നത് ഇൻ ദ CNS ആണോ ഓർ ദ PNS ആണോ? ഇതെല്ലാം വരുന്നത് എവിടെയാ വരുന്നത്? ഇൻ ദ CNS ആണോ ഓർ ദ PNS ആണോ? ദ പെരിഫറൽ ആണോ ഓർ ദ സെൻട്രൽ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആസ്ട്രോസൈറ്റ്സും ആൻഡ് ഒളിഗോഡെൻഡ്രൈറ്റ്സും ആൻഡ് മൈക്രോഗ്ലിയ എല്ലാം വരുന്ന എവിടെയാ? CNS ആണോ PNS ആണോ? പലവട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ എന്താണ് ഈ പറഞ്ഞ ഇന്ത CNS-ലുള്ള ഏതെന്ന് പലവട്ടം ചോദിച്ചിട്ട് ഏതാണ്? പറ എല്ലാരും പറയും. കുറെ ആൾക്കാർ അങ്ങ് കേട്ടിരിക്കുകയാണ്.
CNS അല്ലേ? ആസ്ട്രോസൈറ്റ്സും ആൻഡ് ഒളിഗോയും ആൻഡ് മൈക്രോഗ്ലിയ എല്ലാം വരുന്ന എവിടെ? CNS-ലാണ് വരുന്നത്. അപ്പൊ എന്ത് PNS-ൽ വരുന്ന ഏതൊക്കെയായിരിക്കും? ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്താ പറഞ്ഞ, അപ്പൊ എല്ലാത്തിന്റെ പേര് ആദ്യം തന്നെ പഠിക്കണം. നമുക്ക് ആദ്യം എല്ലാത്തിന്റെ പേരുകളെല്ലാം ഫെമിലിയർ ആവണം, പിന്നെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കും. ഇന്ന് PNS-ൽ വരുന്ന ആരാ? ദ ഷോൺ സെൽസും വേറെ ദ സാറ്റലൈറ്റ് സെൽസ് ഉണ്ടോ? ദ സാറ്റലൈറ്റ് സെൽസ് ഉണ്ടോ? അപ്പോൾ ഇന്ന് PNS-ൽ വരുന്ന ആരൊക്കെയാ? ഇന്ന് PNS-ൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാ? ദ ഷോൺ സെൽസ് ഉണ്ട് ആൻഡ് ദ സാറ്റലൈറ്റ് സെൽസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുന്ന പേരെന്താ? സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ന്യൂറോഗ്ലിയയിൽ ചേർന്ന് വരുന്ന സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാ? ഈ പറഞ്ഞ നമ്മുടെ ന്യൂറോഗ്ലിയയിൽ ചേർന്ന് വരുന്ന സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാ? ആസ്ട്രോസൈറ്റ്സ് ഉണ്ട്, ആൻഡ് ഒളിഗോ ഡെൻഡ്രോസൈറ്റ്സ് ഉണ്ട്, ആൻഡ് മൈക്രോഗ്ലിയ ഉണ്ട്. ഈ 3 പേരും കാണുന്ന എവിടെയാ? ഈ പറഞ്ഞ 3 പേരും കാണുന്ന എവിടെയാ? CNS-ലല്ലേ? CNS-ലല്ലേ? ആൻഡ് അടുത്ത സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ആയ ദ ഷോൺ സെൽസും സാറ്റലൈറ്റ് സെൽസും വരുന്ന എവിടെയാ? ഇൻ ദ PNS-ൽ വരുന്നു. അപ്പൊ ഇൻ ദ ന്യൂറോഗ്ലിയുള്ള സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ഇൻ ദ CNS-ലും പറഞ്ഞു ആൻഡ് ദ PNS-ലും പറഞ്ഞു. ചോദിച്ചാൽ എഴുതും. യെസ്. ഇപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഈ പറഞ്ഞ ദ ന്യൂറോൺസും ആൻഡ് ദ ന്യൂറോഗ്ലിയയും ചേർന്നാണ് ദ നെർവ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലേ? ഇപ്പൊ തൊട്ടു മുമ്പായിട്ട് പറഞ്ഞ കാര്യം എന്താ? ഇറ്റ് ഇസ് ദ ന്യൂറോൺസും ആൻഡ് ദ ന്യൂറോഗ്ലിയയും ചേർന്നാണ് നമ്മുടെ ദ നെർവ് സിസ്റ്റം ഉണ്ടായിരിക്കുന്നു പറഞ്ഞല്ലേ? അപ്പൊ ചോദിക്കട്ടെ, ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ നെർവ് സിസ്റ്റം ആരാ? ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ നെർവ് സിസ്റ്റം, അത് ന്യൂറോൺസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ നെർവ് സിസ്റ്റം ആരാ? ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കും, സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ആരാണ്? അതാണ് ഇറ്റ് ഇസ് ദ ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത്. ആ രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലായോ? ദ ന്യൂറോൺസിന്റെയും ആൻഡ് ദ ന്യൂറോഗ്ലിയയുടെയും വ്യത്യാസം മനസ്സിലായോ? സപ്പോർട്ടിംഗ് സ്ട്രക്ചർ എന്ന പേര് കണ്ടു കഴിഞ്ഞാൽ അത് ന്യൂറോഗ്ലിയ. ദ ബേസിക് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ന്യൂറോൺസ്. അവയുടെ രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? യെസ് യെസ് യെസ്. സോ എന്താണ് ന്യൂറോൺസ്? ഹെഡിങ് കേട്ടോ. എന്താണ് ദ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡിങ് കേട്ടോ, ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ഹെഡിങ് കേട്ടോ, സ്ട്രക്ചർ. എന്താ ആക്ച്വലി പറഞ്ഞ ദ ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ സെല്ലാണോ അത് പല സെല്ലുകൾ കൂടി ചേർന്നാണോ? എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. ആക്ച്വലി ദ ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ ഒരു സെല്ലാണോ അത് പല പല സെല്ലുകൾ കൂടി ചേർന്നാണോ? പറയണം. ഒരു സിംഗിൾ ന്യൂറോണിന്റെ കാര്യം ചോദിക്കുന്നത്. ആക്ച്വലി ദ ന്യൂറോൺ എന്ന് പറയുമ്പോൾ ഒരു സെല്ലാണോ പല സെല്ലാണോ? ഒറ്റ സെല്ലല്ലേ? ഒറ്റ സെല്ലാണ്. ദ ന്യൂറോൺ എന്ന് പറയുമ്പോൾ ഒറ്റ സെല്ലാണ് അല്ലേ? പറഞ്ഞ ദ ന്യൂറോണിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? നെർവ് സെൽ എന്നും പറയാറുണ്ട് അല്ലേ? അല്ലേടെ, ഇതൊരു സെല്ലാണ്. ഒരു സെല്ലാണെങ്കിലും അവന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ബോഡിയിൽ ഏതുപോലെയാ? അവനൊരു സെല്ലാണെങ്കിലും നമ്മുടെ ബോഡിയിലെ ഒരു സംഭവം പോലെ ആക്ട് ചെയ്യും. ഇറ്റ് ഇസ് ദ മസിൽ ഫൈബർ പോലെയല്ലേ ഇവൻ ആക്ട് ചെയ്യുന്നത്? ആണോ അല്ലയോ? ആണോ അല്ലയോ? എസോർണോ. ഇവനൊരു സെല്ലാണെങ്കിലും അവന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇസ് ദ മസിൽ ഫൈബർ പോലെയാണ്. കാരണം എന്താ? അതിന് കാരണം ഒരു സിമ്പിൾ പേരാണ്. നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാവരും ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നൊരു പ്രോപ്പർട്ടി കേട്ടിട്ടുണ്ടോ? ഉണ്ടോടെ?
അപ്പൊ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അതൊരു സെല്ലാണെങ്കിലും ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു മസിൽ ഫൈബർ എന്ന് പറയാൻ കാരണം എന്താ? ദ ആക്ഷൻ പൊട്ടൻഷ്യൽ, ഈ പറഞ്ഞ ദ ഇമ്പൾസ് ഉണ്ടാക്കാനുള്ള സംഭവം ഉണ്ടോ അതിൽ? ഉണ്ടോടെ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ, അല്ലേടെ ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ അതിന് റെസ്പോണ്ട് ചെയ്യാറുണ്ടോ? ദ ന്യൂറോൺസ്, നമ്മുടെ ബോഡിയിൽ ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുള്ളല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഇറ്റ് ഇസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിളിക്കുന്നത്. യെസ്, ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ? ഒരു ഇമ്പോൾസ് വന്നു കഴിഞ്ഞാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന മസിൽ ഫൈബർ സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ഇമ്പൾസ് വന്നു കഴിഞ്ഞാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന മസിൽ ഫൈബർ സെൽസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദ ന്യൂറോൺസ് എന്ന് പറയുന്നത് ശരിയാണോ? ദ ന്യൂറോൺസ് എന്ന് പറയുന്നത്. യെസ്. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇവന് സ്വന്തമായിട്ട് ഒരു ഇമ്പൾസ് ഉണ്ടാക്കാൻ പറ്റുമോ? സ്വന്തമായിട്ട് ഇമ്പൾസ് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? അല്ലേടെ, സ്വന്തമായിട്ടൊരു ഇമ്പൾസ് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? സ്വന്തമായിട്ടൊരു ഇമ്പൾസ് ഉണ്ടാക്കാൻ പറ്റും. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു ഇമ്പൾസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, അതിന് റെസ്പോണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ് ദ ന്യൂറോൺസ് എന്നൊരു സ്വന്തമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ആരെന്ന് പറയുന്നത്? ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയ എല്ലാവർക്കും? ക്ലിയർ ആയല്ലോ? ആ സ്ട്രക്ചർ നോക്കാൻ പോവുകയാണ്. സ്ട്രക്ചർ ഞാൻ മലയാളത്തിലാണ് പറയുന്നത് അല്ലേ? മലയാളത്തിൽ അതുപോലെ കേട്ട് പഠിക്കുക. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ആദ്യ കാര്യം, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. അതേ ഇംഗ്ലീഷ് വാക്കുകൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. കാണുന്നുണ്ടല്ലോ, അധികമായി ഒരു ഇംഗ്ലീഷ് വാക്കുകളും തന്നെ ഞാൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കേട്ട് പഠിക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ. അത് ഇപ്പോൾ തന്നെ പഠിച്ചെടുക്കുക. ഏറ്റവും അവസാനം കൊണ്ടുവയ്ക്കാതെ ഇപ്പോൾ തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. സോ നോക്കാം സ്ട്രക്ചർ ഓഫ് ന്യൂറോൺസ് നോക്കാം. സ്ട്രക്ചർ എന്തൊക്കെ ചേർന്നാണ് ഒരു നെർവ് സെൽ ഉണ്ടായിരിക്കുന്നത്? എത്ര പാർട്സ് ഉണ്ട്? എന്തൊക്കെ ചേർന്നാണ് ഒരു നെർവ് സെൽ ഉണ്ടായിരിക്കുന്നത്? എത്ര പാർട്സ് ഉണ്ട്? സാധാരണ ഒരു നെർവ് സെല്ലും ഈ പറഞ്ഞ ബാക്കിയുള്ള സെല്ലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ എന്തെങ്കിലും? സാധാരണ ഒരു നെർവ് സെല്ലും അല്ലാതെ നമ്മുടെ ബോഡിയിലുള്ള ബാക്കിയുള്ള സെല്ലുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ? സാധാരണ സെൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പ്ലാസ്മ മെമ്പറൈൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ആൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, അങ്ങനെ പല എക്സെട്ര പല സംഭവങ്ങളുണ്ട്. പക്ഷെ ഇവനെന്താ പ്രത്യേകത? ഇവന് പറഞ്ഞ സെൻട്രോസോംസ് ഉണ്ടോ? ഇവൻ ഈ പറഞ്ഞ സെൻട്രോസോംസ് ഉണ്ടോ? ചോദിക്കും. എന്താ സെൻട്രോസോംസ് എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിച്ച് പറഞ്ഞേ. സെൻട്രോസോംസ് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിനകത്തുള്ള സെൽ ഓർഗനല്ലേ? അല്ലേടെ, സെല്ലിനകത്തുള്ള സെൽ ഓർഗനല്ലേ? അല്ലേ? ആണ്. അപ്പോൾ ഇതിനകത്ത് അത് ഉണ്ടോ? ഉണ്ടോ? കമന്റ് എല്ലാവരും ഉണ്ടോ? ഇല്ലല്ലോ. ന്യൂറോൺസിന് ഒരു സെല്ലിനകത്തുള്ള സെൻട്രോസോംസ് ഇല്ല. പക്ഷെ ബാക്കി എല്ലാ സെല്ലിലും അതെല്ലാം ഉണ്ട്. ആണോ? ഇവന് വേറെ അഡീഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. ആർക്കും അറിയാം? ഈ പറഞ്ഞ ന്യൂറോൺസിന് വേറെ അഡീഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. ആർക്കും അറിയാം? എക്സൈറ്റബിലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആക്ഷൻ പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ളവരാണല്ലേ ഇവൻ. ഇനി പ്രത്യേകത എന്തുണ്ട്? ഇതേ സംഭവം നമ്മുടെ ബോഡിയിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ?
സ്വന്തമായിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാനുള്ള ഒരു സെല്ല് കൂടെ ബോഡിക്കകത്ത് ആർക്കും പറയാം? ആർക്കും പറയാം? നമ്മുടെ ബോഡിക്ക് ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാനുള്ള ഒരു സെല്ല് ബോഡിക്കകത്ത് വേറെയും ഉണ്ട്. ആരാണ് അത്? കാർഡിയാക് മസിൽ ഫൈബേഴ്സ് ആണോ? കാർഡിയാക് മസിൽ ഫൈബേഴ്സിൽ സ്വന്തമായിട്ട് ഇമ്പൾസ് റെസ്പോണ്ട് ചെയ്യാൻ കഴിവുള്ള ആളാരാണോ? ആണോടെ? എസ് എ നോടും ഉണ്ടല്ലേ സ്വന്തമായിട്ട് ഇമ്പൾസ് ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. മറക്കരുത്. ആ കാര്യം എല്ലാവരും വിട്ടുപോയല്ലേ? പെട്ടെന്നത് ഓർമ്മ ഒന്നുമില്ല. ശരിയല്ലേ? എസ് എ നോട്ട് അവരും സ്വന്തമായിട്ട് ഇമ്പൾസ് ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ ഫ്രം ദ എസ് എ നോട്ടിൽ നിന്ന്. യെസ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിക്കാനുള്ളത്. സോ ഇനി എത്ര പാർട്സ് ഉണ്ട്? ഒരു ന്യൂറോൺ എടുക്കുമ്പോൾ അതിന് പ്രധാനമായിട്ട് എത്ര പാർട്സ് ആണ് ഉള്ളത്? ഒന്നാണോ രണ്ടാണോ മൂന്നാണോ? ഒന്നാണോ രണ്ടാണോ മൂന്നാണോ? ന്യൂറോൺ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് എത്ര പാർട്സ്? 3 പാർട്ട് ഉണ്ട് അല്ലേ? ന്യൂറോണിന് പ്രധാനമായിട്ട് 3 പാർട്ട് ഉണ്ട്. എന്തൊക്കെയുണ്ട് കുഞ്ഞുങ്ങളെ? ഒന്ന് സെൽ ബോഡി ഉണ്ട്, ആൻഡ് ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, വേറെ എന്താ? ആക്സോൺ ഉണ്ടോ? ആക്സോൺ ഉണ്ട്. ഒന്ന് സെൽ ബോഡി ഉണ്ട്, 2 ആക്സോൺ ഉണ്ട്, തേർഡ് വൺ ഇസ് ദ ഡെൻഡ്രൈറ്റിസ് ഉണ്ട്. ഇവ 3 ചേർന്നാണ് നമ്മൾ ഒരു നെർവ് സെൽ എന്ന് പറയുന്നത് അല്ലേ? ഇവർ 3 പേരെയും ചേർത്താണ് ദ സെൽ ബോഡി ആൻഡ് ദ ഡെൻഡ്രൈറ്റിസ് ആൻഡ് ദ ആക്സോൺ. ഇവ 3 പേരെയും ചേർത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ന്യൂറോൺ അല്ലെങ്കിൽ ദ നെർവ് സെൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. യെസ്. ഇതിൽ ആരാണ് ദ സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളാരാ? ആക്സോൺ ആണോ ഓർ ദ ഡെൻഡ്രൈറ്റ്സ് ആണോ? ആരായിരിക്കും സെൽ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആളാരാ? ആരാ? ആരാടെ? ആരെല്ലാരും പറയാം എല്ലാടെ? ഡെൻഡ്രൈറ്റ്സ്. ഇതിൽ ഏറ്റവും ലെങ്ത് ഉള്ള പാർട്ട് ആരാ? ആക്സോൺ ആണോ ഓർ ദ ഡെൻഡ്രൈറ്റ്സ് ആണോ? ഏറ്റവും ലെങ്ത് ഉള്ള ആളാരാ? ആക്സോൺ. ആ വ്യത്യാസം ഓർമ്മ വേണം. വ്യത്യാസം ഓർമ്മ വേണം. സോ നമുക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം, സ്ട്രക്ചർ പഠിക്കുമ്പോൾ ആദ്യം അറിയേണ്ട കാര്യം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ സെൽ ബോഡി. ഹെഡിങ് ഇട്ടു. ഫസ്റ്റ് കാര്യമാണ് ദ സെൽ ബോഡി. എന്താ സെൽ ബോഡി? എന്താ ദ സെൽ ബോഡി എന്ന് പറയുന്നത്? ഈ സെൽ ബോഡിയിൽ എന്തുണ്ടായിരിക്കും? ഈ സെൽ ബോഡിക്കകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ടോ? ന്യൂക്ലിയസ് ഉണ്ടോ? ന്യൂക്ലിയസ് ഉണ്ടോ? ന്യൂക്ലിയസ് ഉണ്ടല്ലേ? സെൽ ബോഡിക്കകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. അതിന് സറൗണ്ട് ചെയ്തിരിക്കുന്ന ആരാ? സൈറ്റോപ്ലാസം ആണോ? സെൽ ബോഡിക്കകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, അതിന് സറൗണ്ട് ചെയ്തിരിക്കുന്ന ആരാ? സൈറ്റോപ്ലാസം എന്ന് പറയാം അല്ലേ? അല്ലേ അല്ലേ? ആ, സൈറ്റോപ്ലാസം ഇതൊക്കെ ഓർമ്മയുണ്ടോ? ആ, ഒരു സാധാരണ ഉള്ള എല്ലാ സെല്ലിനകത്തുള്ള സംഭവം ഇതിനകത്തുണ്ടോ? ഒരു സാധാരണ സെല്ലിനകത്തുള്ള മൈറ്റോകോൺട്രിയ ആൻഡ് ദ ലൈസോസോം ആൻഡ് ദ ഗോൾഗി ബോഡീസ് എല്ലാം ഉണ്ടോ ഇവിടെ ഇതിനകത്ത്? ഉണ്ടോ 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 ഉണ്ടോ? ഈ പറഞ്ഞ ബാക്കിയുള്ള സെല്ലിനെ അപേക്ഷിച്ച് ഇതിനൊരു സാധനം ഉണ്ട്. ആർക്ക് പറയാം? ഈ പറഞ്ഞ ബാക്കിയുള്ള സെല്ലിനെല്ലാം അപേക്ഷിച്ച് ഇതിനകത്തൊരു സാധനം ഉണ്ട്. ആർക്ക് പറയാം? ഇറ്റ് ഇസ് ദ നിസിൽ ബോഡീസ് എന്ന് കേട്ടിട്ടുണ്ടാരെങ്കിലും? ഇറ്റ് ഇസ് ദ നിസിൽ ബോഡീസ് എന്ന് കേട്ടിട്ടുണ്ടാരെങ്കിലും? കേട്ടിട്ടുണ്ടോ? ഈ പറയും ബാക്കിയുള്ള സംഭവം അപേക്ഷിച്ച്, ബാക്കിയുള്ള സെല്ലുകൾ അപേക്ഷിച്ച് ഇറ്റ് ഇസ് ദ നിസിൽ ബോഡീസ് ഉണ്ട്. എന്താണ് ദ നിസിൽ ബോഡീസ്? ഇത് ബാക്കിയുള്ള സെല്ലൊന്നുമില്ല. അവിടെ ഒന്നും കണ്ടിട്ടില്ലാത്തൊരു സാധനമല്ലേ? നിങ്ങൾ ബാക്കിയുള്ള ഒരു സെല്ലിലും കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ് ഇറ്റ് ഇസ് ദ നിസിൽ ബോഡി എന്ന് പറയുന്നത്. ഇത് ചോദിക്കുന്ന മഷിയിട്ട് മാർക്ക് ചെയ്തോ ചോദിക്കാറോ? എന്താണ്? എന്താണ്? എന്താ? ആർക്ക് പറയാം? ആർക്ക് പറയാം? ആർക്ക് പറയാം?
സാധാരണ സെല്ലിനകത്ത് ദ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ടോ? സാധാരണ ഒരു സെല്ലിനകത്ത് ദ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ടോ? ഉണ്ടോ ഉണ്ടോ ഉണ്ടോടെ? ഉണ്ട്, ഉണ്ടല്ലോ, ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ദ ന്യൂറോൺസിൽ കാണുന്ന ദ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഒരു കൂട്ടത്തോടെ കാണുന്ന ഇറ്റ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തെ വിളിക്കുന്ന പേരെന്താ? ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ന്യൂറോൺസിൽ കാണുന്ന ഒരു കൂട്ടത്തോടെ കാണുന്ന ദ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തെ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് ദ നിസിൽ ബോഡീസ് എന്ന് വിളിക്കാം. ദ നിസിൽ ബോഡീസ് എന്ന് വിളിക്കാം. ആക്ച്വലി ഇത് കണ്ടുപിടിച്ച ആരും ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊരു ജർമ്മൻ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, ദ ഫ്രാൻസ് നിസിൽ എന്നൊരു ജർമ്മൻ സയന്റിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത് കേട്ടോ. ആ പേര് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചു വെച്ചാൽ മതി. അദ്ദേഹമാണ്, ആരുടെ പേരെന്താ? ദ ഫ്രാൻസ് നിസിൽ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതിന്റെ ന്യൂറോൺസിൽ കാണപ്പെടുന്ന ദ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തെ എല്ലാം ഒരു കൂട്ടത്തോടെ കാണപ്പെടുന്ന എല്ലാം കൂട്ടിച്ചേർത്ത് വിളിച്ച പേരെന്താ? ദ നിസിൽ ബോഡീസ് എന്ന് വിളിച്ചത്. ഇസ് എ ക്ലിയർ? ഇതിന് വിളിക്കുന്ന വേറെ പേരുണ്ടോ? ഇവൻ ആദ്യമായി കണ്ടുപിടിച്ച എവിടെ നിന്ന് അറിയാമോ? നിങ്ങൾ ദ ടൈഗേഴ്സ് കണ്ടുണ്ടോ? ദ ടൈഗർ അവയുടെ ബോഡിയുടെ സെല്ലിനകത്താണ് ഇവൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ടൈഗർ അവയുടെ ബോഡി സെല്ലിനകത്താണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ആ ദ ടൈഗറിൽ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ഇവനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ചോദിച്ച പേരനാണ്. ആർക്ക് പറയാം? സ്ക്രീനിലുണ്ട്, പറയടേ. ആർക്ക് പറയാം? ദ ടൈഗോഡ് സബ്സ്റ്റൻസ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ മറക്കരുത്, ദ ടൈഗോഡ് സബ്സ്റ്റൻസ് എന്നും പറയാറുണ്ട്. ഇതുവരെ ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞെല്ലാം ക്ലിയർ ആയോ? യെസ്. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവരും ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്ത് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ പറഞ്ഞു തന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ്. അടുത്ത ദ സെക്കൻഡ് പാർട്ട് ഏതാ? ദ സെൽ ബോഡി കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ഏതാ? പറഞ്ഞേ. ഡെൻഡ്രൈറ്റ്സ് അല്ലേ? എന്താണ് സംഭവം? ഏതാ സംഭവം? കമന്റ് സംഭവം എന്താ സംഭവം? കമന്റ്. ഈ ഒരു പിക്ചർ കാണുമ്പോൾ ഇവൻ ആരെപ്പോലെ തോന്നും? ഇവിടെ സത്യം പറയണം, ഈ ഒരു പിക്ചർ കാണുമ്പോൾ ഇവൻ ആരെപ്പോലെ തോന്നും? ഒരു മരം പോലെ കാണുന്നുണ്ടോ അവിടെ? ഒരു ചെറിയൊരു മരം പോലെ ആരും തോന്നിയോടെ? ഈ ഒരു പിക്ചർ കാണുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയൊരു മരം പോലെ തന്നെ ഉണ്ടോ അവിടെ? നിങ്ങളുടെ കലാബോധം പുറത്തോട്ട് വരട്ടെ. അപ്പൊ ഇത് ഫങ്ഷൻ എന്താ? ഇത് സ്റ്റാർട്ടിങ്, ഇത് തുടങ്ങുന്ന എവിടെ നിന്ന്? അപ്പോ ഇറ്റ് എമർജൻസ് ഫ്രം ഈ ഒരു പിക്ചർ കണ്ടു പറയണം. തന്നെ പറയണം. ഇത് എവിടെ നിന്നാണ് അത് എമർജ് ചെയ്ത് വരുന്നത്? സെൽ ബോഡിയാണോ? സെൽ ബോഡിയിൽ നിന്നാണോ? അപ്പൊ ഓർമ്മിക്കണം, സെൽ ബോഡിയിൽ നിന്നും അവിടെ നിന്നും എമർജ് ചെയ്ത് വരുന്ന
ഇറ്റ്സ് എക്സ്റ്റൻഷനെ വിളിക്കുന്ന പേരെന്താ? സെൽ ബോഡിയിൽ നിന്നും അവിടെ നിന്നും വരുന്നൊരു പ്രോസസ് അല്ലേ? അവിടെ നിന്ന് ഇറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ഒരു പ്രോസസ് വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് ദ ഡെൻഡ്രൈറ്റിസ് എന്ന് വിളിക്കാം. എന്താണ് അവന്റെ ഫംഗ്ഷൻ? ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഇവന്റെ ഫംഗ്ഷൻ ചോദിക്കും. എന്താണ് ഈ ഫംഗ്ഷൻ? എന്താ? റിസീവ് ചെയ്യുകയാണോടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ന്യൂറോൺസ് ഇമ്പൾസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ? ആണോടെ? ഫംഗ്ഷൻ എന്തായിരിക്കും? റിസീവിങ് ആണോ? ഇൻപുട്ടിനെ റിസീവ് ചെയ്യുന്ന ആളാണോ? ഇൻപുട്ടുകളെ റിസീവ് ചെയ്യുന്നല്ലേ? ആണ് ആണോടെ എല്ലാരും പറയട്ടെ. ഇത് എവിടെ നിന്ന് ഇമ്പൾസിനെ കൊണ്ടുപോകും? ഇത് സിംഗിൾ ബ്രാഞ്ച് ആണോ ഓർ ഇസ് ദ മൾട്ടി ബ്രാഞ്ച് ആണോ? ഈ ഒരു പിക്ചർ കണ്ട് പറഞ്ഞ ഇതൊരു സിംഗിൾ ബ്രാഞ്ച് ആണോ ഓർ ഇസ് ദ മൾട്ടി ബ്രാഞ്ച് ആണോ? സിംഗിൾ ബ്രാഞ്ച് ആണോ ഓർ ദ മൾട്ടി ബ്രാഞ്ച് ആണോ? ഇറ്റ്സ് മൾട്ടി ബ്രാഞ്ച് അല്ലേ? മൾട്ടി ബ്രാഞ്ച് ആണ്. കിട്ടുന്ന ഇറങ്ങിയില്ലേ? സോ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ കേരള PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ ഡെൻഡ്രൈറ്റിസ് ഇറ്റ് ഈസ് ഇമ്പൾസ് റിസീവ് ചെയ്യും എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പറഞ്ഞ ഇമ്പൾസ് അത് എങ്ങോട്ട് കൊണ്ടുപോകും? അതായിരുന്നു കേരള PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഡെൻഡ്രൈറ്റിസ് എന്ന് പറയുമ്പോൾ അത് ഇമ്പൾസിനെ റിസീവ് ചെയ്യും എന്ന് പറഞ്ഞു. ആ റിസീവ് ചെയ്ത ഇമ്പൾസിനെ അത് എങ്ങോട്ട് കൊണ്ടുകൊടുക്കും? അത് എങ്ങോട്ടാണ് കൊണ്ടുകൊടുക്കുന്നത്? ഈ ഒരു പിക്ചർ വച്ച് തന്നെ പറയുക. ആ റിസീവ് ചെയ്യുന്ന ഒരു മരം പോലെ ഇരിക്കുന്ന രണ്ട് ചില്ലകളിൽ നിന്ന് റിസീവ് ചെയ്യുന്ന കാര്യം അത് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? എങ്ങോട്ട് കൊടുക്കും? ഇത് സെൽ ബോഡിയിലോട്ടാണോ? ആണോടെ? ഇപ്പൊ പിക്ചർ നോക്കി പറയട്ടെ. ഒരു പിക്ചർ വെച്ച് മാത്രം പറ. ആണല്ലേ? ഒരു ജസ്റ്റ് ഒരു മരം ഓർമ്മിച്ചാൽ മതി. അതിന്റെ ചില്ലകൾ വഴി റിസീവ് ചെയ്യുന്ന കാര്യം എങ്ങോട്ട് കൊണ്ടുപോകും? സെൽ ബോഡിയിലോട്ട് കൊണ്ടുപോകും. ഇതാണ് ഒരു ഫംഗ്ഷൻ. യെസ്. അപ്പൊ കിട്ടുന്ന ഇമ്പൾസിനെല്ലാം സെൽ ബോഡിയിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ഇവന്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി കാര്യം ആക്സോണുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവന്റെ ലെങ്ത് എങ്ങനെയാണ്? ഇവന്റെ ലെങ്ത് എങ്ങനെയാണ്? ചെറുതാണോ വലുതാണോ? ആക്സോണുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവന്റെ ലെങ്ത് എങ്ങനെയാ? ഷോർട്ടർ അല്ലേ? ആക്സോണിനെക്കാളും ഷോർട്ടർ അല്ലേ? ആക്സോണിനെക്കാളും വളരെ ഷോർട്ടർ ആണ്. ആരെന്ന് പറയുന്നത്? ഡെൻഡ്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഡെൻഡ്രൈറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇസ് എ ക്ലിയർ ഫോർ ദ സെൽ ബോഡി ആൻഡ് ദ ഡെൻഡ്രൈറ്റ്സ്? രണ്ട് ക്ലിയർ ആയ? സെൽ ബോഡിയും ആൻഡ് ദ ഡെൻഡ്രൈറ്റ്സ് രണ്ട് പാർട്സ് എല്ലാവർക്കും ഒരുപോലെ ക്ലിയർ ആയോ? ആണ്. അപ്പൊ പറഞ്ഞു ദ സെൽ ബോഡിയിൽ നിന്നും ഫസ്റ്റ് എമർജ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് സെൽ ബോഡിയിൽ നിന്നും ഫസ്റ്റ് എമർജ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേര് എല്ലാരും പറഞ്ഞു പഠിക്കടേ. ഡെൻഡ്രൈറ്റിസ്. അടുത്ത കാര്യം ദ ന്യൂറോൺസിൽ നിന്നും ഫസ്റ്റ് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ആര്? അതും ഡെൻഡ്രൈറ്റിസ്. അതൊരു ബ്രാഞ്ച് പ്രോസസ് അല്ലേ? അതും ഓർമ്മിക്കുക. യെസ്. ഇനി സാധാരണ ആക്സോണിനെക്കാട്ടിലും വളരെ ഷോർട്ടർ ആണെന്ന കാര്യം കൂടെ മറക്കരുത്. Now we have to see about the longest part. ഏതാ അടുത്ത് കാണാനുള്ളത്? The longest part, the axon അല്ലേ?
ആക്സോൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ലോങ്സ്റ്റ് പാർട്ട്. ആക്സോൺ ആ അല്ലേ അല്ലേ? ഇതും ഫസ്റ്റ് എവിടെ നിന്ന് എമർജ് ചെയ്യുന്നത്? ഇതും ഫസ്റ്റ് എവിടെ നിന്ന് എമർജ് ചെയ്യുന്നത്? സെൽ ബോഡിയിൽ നിന്നല്ലേ? ഇതും സെൽ ബോഡിയിൽ നിന്നല്ലേ? ആണ്, സെൽ ബോഡിയിൽ നിന്നാണ്. അപ്പൊ ഓർമ്മിക്കേണ്ട കാര്യം, സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് എക്സ്റ്റൻഷനെ വിളിക്കുന്ന പേരെന്താ? സെൽ ബോഡിയിൽ നിന്നും വരുന്ന ദ ലാർജസ്റ്റ് എക്സ്റ്റൻഷനെ വിളിക്കുന്ന പേര് ആക്സോൺ എന്ന് പറയാം. ആക്സോൺ എന്ന് പറയാം, മറക്കരുത്. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയി എല്ലാവർക്കും? ഈ ആക്സോൺ എറേസ് ചെയ്ത് വരുന്നതിന് ഒരു പേരുണ്ട്. ഈ സെൽ ബോഡിയിൽ നിന്നും ആക്സോൺ എറേസ് ചെയ്ത് വരുന്ന പറയുന്ന പേരുണ്ട്. ആരെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് കണ്ട ആൾക്കാർ പറയുക. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആക്സോൺ ഹിലോക്ക് കേട്ടിട്ടുണ്ടോ? ആക്സോൺ ഹിലോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ആക്സോൺ ഹിലോക്ക് ഇല്ല. ഓ ഇല്ല ഇല്ല കേട്ടിട്ടില്ല. അടുത്തേക്ക് ഏറ്റവും ടഫസ്റ്റ് സബ്ജക്ട് ഏതാ? ഏറ്റവും ടഫുള്ള സബ്ജക്ട് ഏതാ? ഇപ്പൊ പറയും ഇതാണെന്ന് പറയും. നോക്ക്, ഇനി പറയും, ഇനി ഇതേ പറയുള്ളൂ. ഇനി ഇങ്ങോട്ട് പറയും ഇതേ പറയും. അതുകൊണ്ടാണ് ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റിന് ആദ്യം പഠിപ്പിക്കുന്നത്. റിസർച്ച് ഒക്കെ എളുപ്പമോടെ. റിസർച്ച് മാനേജ്മെന്റ് ഒക്കെ എളുപ്പമാണ്. നിങ്ങൾക്ക് അറിഞ്ഞു. ആ 2 സബ്ജക്റ്റ് ഇത്രയും വാരി ഒളിച്ച് പഠിക്കണം. ആ 2 സബ്ജക്റ്റും ദ റിസർച്ചും ആൻഡ് ദ മാനേജ്മെന്റും ഇത്രയും വലിച്ചു വാരി പഠിക്കണം? വേണ്ട. അവിടെ കാര്യമുള്ളത് മാത്രം പഠിച്ചാൽ പോരെ. അവർ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യം മാത്രം നമ്മൾ കൃത്യമായി പഠിച്ചാൽ പോരെ. അവിടെ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യം മാത്രം കൃത്യമായി പഠിച്ചാൽ. പക്ഷെ ബാക്കിയുള്ള സബ്ജക്ട് എടുക്കുമ്പോൾ, ബാക്കിയുള്ള ഇതുപോലെ സബ്ജക്ട് എടുക്കുമ്പോൾ നമ്മളവിടെ എല്ലാം പഠിക്കണം. അത് ചോദിക്കോ ഇത് ചോദിക്കോ എന്ന് അതിനോടത്ത് എല്ലാം പഠിക്കണം വേണം. പക്ഷെ അവിടെയാണെങ്കിൽ നമുക്ക് ഒരു കൃത്യമായിട്ട് സംഭവം ഉണ്ട്. അത് പഠിച്ചുകൊണ്ട് പോയാൽ അത് കിട്ടുമെന്ന് ഉറപ്പുള്ള സബ്ജക്റ്റ് ആണ് ദ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ശരിയല്ലേ? ഒരുപാട് പഠിക്കാനുണ്ട്. ആ യെസ്, നമുക്ക് ഇതിലോട്ട് നോക്കാം. ആക്സോന്റെ ഫംഗ്ഷൻ എന്താ? ആക്സോന്റെ ഫംഗ്ഷൻ എന്താ? ആക്സോന്റെ ഫംഗ്ഷൻ എന്താ? ആക്സോൺ എന്തിനാ സഹായിക്കുന്നത്? ആക്സോന്റെ ഫംഗ്ഷൻ എന്താ? ആക്സോൺ എന്തിനാണ് നമ്മുടെ ബോഡിയിൽ സഹായിക്കുന്നത്? ട്രാൻസ്ഫർ, ശരിയാണ്. ദ സെൽ ബോഡിയിൽ നിന്നുള്ള ഇമ്പൾസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോവുക എന്നതല്ലേ ഫംഗ്ഷൻ? സെൽ ബോഡിയിൽ നിന്നും ഇമ്പൾസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് ഫംഗ്ഷൻ. മറക്കരുത്. ഇവനെയാണ് നമ്മൾ ഏറ്റവും ദ ലോങ്സ്റ്റ് എന്ന് പറയുന്നത്. ആണോ? ആണ്. ഇപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ഏറ്റവും ലോങ്സ്റ്റ് ആക്സോണിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാ? നമ്മുടെ ബോഡിയുള്ള ഏറ്റവും ആക്സോണിന്റെ ഏറ്റവും ദ ലോങ്സ്റ്റ് ലെങ്ത് എത്രയാ? 1 മീറ്റർ. 1 മീറ്റർ ആട്ടോ. 1 മീറ്റർ ആണ്. 1 മീറ്റർ ആണ്. 1 മീറ്റർ ആണ്. 1 മീറ്റർ ഉണ്ട്. ഏറ്റവും ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് ആക്സോൺ ചോദിക്കുകയാണെങ്കിൽ അത് 1 മീറ്റർ ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി 1 മീറ്റർ ഉണ്ട്. ഏറ്റവും ലെങ്ത് കൂടിയ ആക്സോൺ ഏകദേശം 1 മീറ്റർ ഉണ്ട്. യെസ്. ഈ ആക്സോൺ എന്തൊക്കെ ചേർന്നാണ് ആക്സോൺ ഉണ്ടായിട്ടിരിക്കുന്നത്? എന്തൊക്കെ ചേർന്നാണ് ആക്സോൺ ഉണ്ടായിരിക്കുന്നത്? അതിനെ പറഞ്ഞൊരു പേരുണ്ട്. The central part of the axon is called as the core of the axon is called as ആക്സോപ്ലാസം. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആക്സോപ്ലാസം കേട്ടിട്ടുണ്ടോ? ഉണ്ടോ. ആക്സോന്റെ ദ സെൻട്രൽ കോറിനെ വിളിക്കുന്ന പേരെന്താ? ആക്സോപ്ലാസം എന്നും. ആണോടെ? എല്ലാരും പറയട്ടെ. അതിനെ കവർ ചെയ്തിരിക്കുന്ന മെമ്പറേനെ വിളിക്കുന്ന പേരില് നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞ ആക്സോലെമ എന്നും. ആക്സോന്റെ ദ സെൻട്രൽ കോറിനെ അപ്പോ ആക്സോപ്ലാസം എന്നും, അതിന് ചുറ്റിയിരിക്കുന്ന മെമ്പറേനെ വിളിക്കുന്ന പേര് ആക്സോലെമ എന്നും വിളിക്കാം. അപ്പൊ ആക്സോണിന് ഒരു സെൻട്രൽ കോർ ഉണ്ട് അല്ലെ? ആക്സോൺ ഒരു സെൻട്രൽ കോർ ഉണ്ട് അല്ലേ? അതിന് വിളിക്കുന്ന പേര്
ആക്സോപ്ലാസം. അതിന് കവർ ചെയ്തിരിക്കുന്ന ദ മെമ്പറിനെ വിളിക്കുന്ന പേര് ആക്സോലെമ. യെസ്, ഇതിൽ ക്ലിയർ ആയോടെ? ശരിക്കും പറഞ്ഞാൽ ഒരു ഇത് പറഞ്ഞ നെർവ് സെല്ലിന്റെ നെർവ് ബോഡിയുടെ കവറിങ് വരുന്ന സെൽ മെമ്പറെ വിളിക്കുന്ന പേരെന്താ? ഇങ്ങനെ ചോദിക്കുക, ഒരു നെർവ് സെല്ലിന്റെ അതിന്റെ ബോഡിയുടെ കവറിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ആക്സോലെമയാണോ? ആക്സോലെമയല്ലേ? ആക്സോലെമയല്ലേ? യെസ്, ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയല്ലോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയ എല്ലാവർക്കും? ആക്സോൺ വരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയോ? ആക്സോൺ, ആക്സോൺ ആദ്യം സെൽ ബോഡി കണ്ടു, ആൻഡ് ഡെൻഡ്രൈറ്റ്സ് കണ്ടു, ആക്സോണും കഴിഞ്ഞു. പാർട്സ് എല്ലാം ക്ലിയർ ആയോ? ന്യൂറോൺസിന്റെ പാർട്സ് എല്ലാവരും ക്ലിയർ ആയല്ലോ? ന്യൂറോൺസിന്റെ പാർട്സ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? യെസ്. ഇനി അറിയാനുള്ള ഏതാ? ഇനി അറിയാനുള്ളത് ഏതാ? ഏതാണ്? ഏതുണ്ട്? അടുത്ത പാർട്ട് ഏതാ? മൈലിൻ ഷീത്ത് ഉണ്ടോ? അടുത്ത ഏതാ? അടുത്ത പാർട്ട് പറയേ. മൈലിൻ ഷീത്ത് ഉണ്ടോ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാമല്ലോ. അപ്പൊ ആദ്യം പറഞ്ഞ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? ഈ കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയോ? ഈ കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് ഞാൻ ജസ്റ്റ് ഓടിച്ചു പറയട്ടെ, സ്പീഡിൽ പറയട്ടെ. ഒന്ന് ജസ്റ്റ് റിവൈസ്. കേക്കോടെ എല്ലാരും? പെട്ടെന്ന് പോയാ പെട്ടെന്ന് പോകാതിരിക്കല്ലേ? പെട്ടെന്ന് പോയാ പെട്ടെന്ന്. So the function of the nervous system, the function of the nervous system. ഒറ്റ സെന്റൻസ് എന്ന് പറയാം. The control and the coordination. അതിനുശേഷം റെഗുലേഷൻ ഉണ്ട്. The control and coordination ഒന്ന് ഓർമ്മിക്കുക, ചോദിക്കുന്ന കാര്യമാണ്. The nervous system പ്രധാനപ്പെട്ട എത്ര ടൈപ്പ് ഉണ്ട്? അതിന്റെ ഫസ്റ്റ് ഡിവിഷൻ ചറവറ ആൻസർ പറഞ്ഞു. The 2 parts. First one is the central nervous system. Second on the peripheral ഉണ്ട് അല്ലേ? സെൻട്രലും ഉണ്ട് and the peripheral ഉണ്ട്. The central വരുന്ന പാർട്സ് ഏതൊക്കെയാ? ഒന്ന് the ബ്രെയിനും സ്പൈനൽ കോഡും. സ്പൈനൽ കോഡും and the peripheral വരുന്ന രണ്ട് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് ഓട്ടോണോമിക് ഉണ്ട്, സൊമാറ്റിക് ഉണ്ട് അല്ലേ? ഓട്ടോണോമിക് ഉണ്ട്, സൊമാറ്റിക് ഉണ്ട്. ആൻഡ് ഓട്ടോണോമിക് എത്രയുണ്ട്? സിമ്പതറ്റിക്കും ഉണ്ട് ആൻഡ് പാരാസിമ്പതറ്റിക്കും ഉണ്ടോ? ഉണ്ട്, എല്ലാവരും ഉണ്ട്. യെസ്. ഇതിന് ആരെയാണ് നമ്മൾ തൊറാക്കോ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്? തൊറാക്കോ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്? സിമ്പതറ്റിക്കിനാണോ പാരാസിമ്പതറ്റിക്കാണോ? സിമ്പതറ്റിക്കിനാണ്. ആൻഡ് ദ ക്രാനിയോസാക്രൽ ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാരാ? പാരാസിമ്പതറ്റിക് ആണല്ലേ? പാരാസിമ്പതറ്റിക്കാണ്. അപ്പോൾ ദ നെർവ് സിസ്റ്റം CNS ഉണ്ട് ആൻഡ് PNS ഉണ്ട്. അപ്പൊ സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ബ്രെയിനും സ്പൈനൽ കോഡും ഉണ്ട്. ആൻഡ് ദ PNS ആണെങ്കിൽ സൊമാറ്റിക്കും ഓട്ടോണമിക്കും ഉണ്ട്. ആണോ അല്ലയോ? ആണ്. ഇത്ര ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ഓർമ്മയുണ്ടോ? ജസ്റ്റ് റിവൈസ് എടുക്കുക. അടുത്ത പറഞ്ഞതാ? ന്യൂറോൺസിനെ കുറിച്ച് പറഞ്ഞല്ലേ? സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ന്യൂറോൺസ് എന്തൊക്കെ ചേർന്ന ഉണ്ടായിരിക്കുന്നത്? നെർവ് സിസ്റ്റം എന്തൊക്കെ ചേർന്ന ഉണ്ടാക്കിയിരിക്കുന്നത്? ന്യൂറോൺസ് ആൻഡ് ന്യൂറോഗ്ലിയയും കൂടെ ഉണ്ടല്ലേ? ന്യൂറോഗ്ലിയ എന്നും കൂടെ ഉണ്ട്. അപ്പൊ ചോദിക്കും ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഓഫ് ദ നെർവ് ടിഷ്യൂ. ഏതാ? ന്യൂറോഗ്ലിയ ആണോ?
ന്യൂറോഗ്ലിയ ആണോ? ആ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ എല്ലാം കളക്ട് ചെയ്ത് പറഞ്ഞ പോലെ ന്യൂറോഗ്ലിയ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നുണ്ടോ? ആ ആ ഈ പറഞ്ഞ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഏതൊക്കെയാ? സപ്പോർട്ടിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഏതൊക്കെയാ? ആസ്ട്രോസൈറ്റ്സ് ആൻഡ് ഒളിഗോഡെൻഡ്രൈറ്റിസ്. പിന്നെ എന്തുകൂടെ ഉണ്ട്? മൈക്രോഗ്ലിയ കൂടെ ഉണ്ടോ? ഈ 3 പേരും വരുന്ന എവിടെയാ? CNS ആണോ PNS ആണോ? CNS ആണോ PNS ആണോ? CNS അല്ലേ? CNS. അപ്പോ இந்த PNS വരുന്ന ഏതൊക്കെയാ? ദ സാറ്റലൈറ്റ് സെൽസും ആൻഡ് ദ ഷോൺ സെൽസും. സാറ്റലൈറ്റും ദ ഷോൺ സെൽസും വരുന്നുണ്ട്. ഇതുവരെ ക്ലിയർ ആയല്ലോ? ആ യെസ് യെസ് യെസ്. സോ എല്ലാ കാര്യം ഓർമ്മയുണ്ടല്ലോ? എല്ലാ കാര്യം ഇന്ന് പഠിപ്പിച്ച കാര്യം എല്ലാം ഓർമ്മയുണ്ടല്ലോ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും? ഒന്ന് വിചാരിച്ചാൽ എഴുതിയെടുക്കുക കേട്ടോ. ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഏറ്റവും വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.